ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഇടുക്കി കുളമാവിലുള്ള ഗ്രീൻബർഗ് റിസോർട്ടിലേക്കാണ്. നമുക്കറിയാം 12th മാൻ മൂവി ഷൂട്ട് ചെയ്ത റിസോർട്ടാണ് ഗ്രീൻബർഗ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഏക്കർ കണക്കിനോളം വരുന്നൊരു സ്ഥലമാണ് ഇതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് പല വിഭാഗത്തിൽപ്പെട്ടവർ എന്നുവെച്ചാൽ കപ്പിൾസ് ആയിക്കോട്ടെ, ബാച്ചിലേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എത്ര വലിയ സർക്കിളാണെങ്കിലും ഫാമിലി സർക്കിളാണെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു റിസോർട്ടാണ് ഇത്. നമുക്ക് പാർക്കിംഗ് സൗകര്യം, വലിയൊരു വിശാലമായിട്ടൊരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ. ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയത് നമുക്ക് അവിടെ ടൈം പാസ് ചെയ്യാനായിട്ട് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഒന്ന്, നമുക്ക് ക്രിക്കറ്റ് കളിക്കാം എത്ര ടൈം വേണമെങ്കിലും. സ്ലോട്ടോ അങ്ങനെ ഒന്നുമില്ല, നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഗ്രൗണ്ടിൽ ഒന്ന് ക്രിക്കറ്റ് കളിക്കാം. പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്, അതിൽ കുട്ടികൾക്ക് തിരിച്ച് പൂളുകളുണ്ട് ആഴം കുറഞ്ഞിട്ടുള്ളത്. പിന്നെ സിപ്പ് ലൈൻ ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ഈ റിസോർട്ടിലുണ്ട്. റൂംസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഡോർമെട്രിയാണ് എടുത്തത്. ഞങ്ങൾ പോയത് അമ്മൂട്ടാരും എല്ലാവരും കൂട്ടിയിട്ടാണ് പോയത്. ഞങ്ങൾ മൊത്തം 30 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എടുത്ത വില്ലയിൽ ഡോർമെട്രി ഹാളുകളാണ് ഞങ്ങൾക്ക് അലൗഡ് ചെയ്തിരുന്നത്. 3 വലിയ ഹാളുകളായിരുന്നു, അറ്റാച്ച്ഡ് ബാത്റൂം. പിന്നെ അതിന് പുറമെ നമുക്ക് DJ നമുക്ക് കളിക്കാനായിട്ട്, കുട്ടികൾക്കൊക്കെ ഡാൻസൊക്കെ കളിക്കാനായിട്ട് വിത്ത് മ്യൂസിക് സിസ്റ്റവും പിന്നെ AC-യും DJ ലൈറ്റും ഒക്കെ ആയിട്ടൊരു റൂം തന്നെ നമുക്ക് സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നതൊരു ലിവിങ് റൂമാണ്, ഡ്രോയിങ് ഹാള് പോലെ. അവിടെ TV ഉണ്ട്, അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നല്ലൊരു എന്താ പറയുക, നമ്മൾ ഫാമിലി മെമ്പേഴ്സായിട്ട് പോകുമ്പോൾ കൂടാൻ പറ്റിയൊരു നല്ലൊരു വില്ലയാണ് ഞങ്ങൾ എടുത്തത്. അടുത്ത മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു വ്യൂ ആണ്, ഒരു മൗണ്ടൻ വ്യൂ. അത് ഇവരുടെ പ്രോപ്പർട്ടിയിലുള്ള തന്നെ വ്യൂ തന്നെയാണ്. നമുക്കിത് ട്രക്കിംഗ് പോലെ ചെയ്യാം, കാരണം ഏകദേശം വലിയ ദൂരമൊന്നുമില്ല, ഒരു 10 മിനിറ്റിന്റെ യാത്ര ഉള്ളൂ നമ്മുടെ വില്ലയിൽ നിന്ന് ഈ ഒരു വ്യൂ പോയിന്റിലേക്ക്. അതും ഈ പ്രോപ്പർട്ടിയിൽ തന്നെ വരണേ, അപ്പൊ നമുക്ക് പുറമേ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ റിസോർട്ടിൽ തന്നെ നമുക്കിതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അടുത്ത എനിക്ക് ഈ പാക്കേജിൽ പറയാനുള്ളത് ഫുഡിന്റെ കേസാണ്. നമുക്ക് അന്ന് ചെന്നിട്ടുള്ള രാത്രിത്തെ ഫുഡ്, പിറ്റേ ദിവസത്തെ രാവിലത്തെ ഫുഡ്, പിറ്റേ ദിവസത്തെ ഉച്ചയ്ക്കത്തെ ഫുഡ്, ഈ 3 നേരത്തെ ഫുഡ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ഫുഡാണ്. നമുക്ക് എന്തോരം വേണമെങ്കിൽ കഴിക്കാം. അത് ഇന്ന ഐറ്റം എന്ന് മാത്രമല്ല, ഒരു ഐറ്റം മാത്രമായിരിക്കില്ല. വെജിറ്റേറിയൻകാർക്ക് അങ്ങനെ, നോൺ വെജിറ്റേറിയൻകാർക്ക് അങ്ങനെ സെപ്പറേറ്റ് കൗണ്ടറുകളൊക്കെ വെച്ച് അതിനുവേണ്ടി റെസ്റ്റോറന്റ് തന്നെ സെന്റർ ഓഫ് ദ എന്താ പറയാ റിസോർട്ടിന്റെ ഈ പറഞ്ഞ പ്രോപ്പർട്ടിയുടെ സെന്ററിൽ തന്നെ അവർ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ സമയമാകുമ്പോൾ വന്ന് എല്ലാവരോടും കഴിക്കുക, വീണ്ടും വില്ലയിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ഇതൊക്കെയാണ് അവിടുത്തെ എന്താ പറയാ വിശേഷങ്ങളും കാര്യങ്ങളും. അതിൽ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ ട്രക്കിംഗ് ചെയ്തിട്ട് കാണുന്ന വ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ട്രൈ ചെയ്യാൻ നോക്കുക, നല്ലൊരു യാത്രയായിരിക്കും നിങ്ങളുടെ. ഇവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഞാൻ റിസോർട്ടിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.